നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. VSന്റെ കത്ത് പരിശോധിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. റിപ്പോർട്ടിൽ മുമ്പ് അംഗീകരിച്ച കാര്യങ്ങൾ മാത്രമാണുള്ളത്. പുതുതായി ഒന്നും ചേർത്തിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. VSനെതിരായ പ്രമേയം നടപടിയല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. VS പറഞ്ഞത് ആ കാര്യങ്ങൾക്കെല്ലാം PB ആണ് പരിശോധിക്കേണ്ടതെന്നുള്ളതാണ് VS പറഞ്ഞത്. അക്കാര്യം സ്വാഭാവികമായിട്ടും PBക്ക് കത്തയച്ചാൽ PB അക്കാര്യം പരിശോധിക്കും. പാർട്ടി ഭരണഘടനാനുസൃതമായി ചില അച്ചടക്ക നടപടികൾ എന്താണെന്ന് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു നടപടിയും ഒരാളുടെ പേരിലും പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി അണികൾക്കും പാർട്ടി മെമ്പർമാർക്കും ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു പ്രസ്താവന വന്നാൽ അത് നിലപാട് വ്യക്തമാക്കാനുള്ള ബാധ്യത, പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. ഈ പാർട്ടിയുടെ കസ്റ്റോഡിയനാണ്, കേരളത്തിലെ പാർട്ടിയുടെ കസ്റ്റോഡിയനാണ് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. ആ ഉത്തരവാദിത്വമാണ് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നിർവഹിച്ചത്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ KM ഷാജഹാൻ, ശ്രീ NM പിയേഴ്സൺ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഷാജഹാൻ, പാർട്ടി VSനെതിരായ ഇന്നലെ വരെ സ്വീകരിച്ച കടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോവുകയാണോ? അത് 100% ശരിയാണ് പ്രകാശ്. കാരണം ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാണിച്ച ഒരു ശരീരഭാഷ, ഒരു ആക്രമണോത്സുകത, അതൊന്നും ഇന്ന് രാവിലെ മുതലേ കണ്ടില്ല. രാവിലെ നമ്മൾ കണ്ട വാർത്ത എന്ന് പറയുന്നത് പിണറായി വിജയൻ ഈ പ്രമേയം പാസ്സാക്കിയതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ട വാർത്ത. ആ വാർത്ത ഏതാണ്ട് ഉച്ചവരെ പോയി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടി ശക്തമായ വാർത്തകൾ വന്നു. പിന്നെ VS അച്യുതാനന്ദനെ നീക്കുന്നതിനെതിരെ, വേറെ ഏതൊരു ചാനൽ ഞങ്ങളുടെ VS അച്യുതാനന്ദനെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റുന്നതിനെതിരെ കേന്ദ്ര നേതൃത്വം ശക്തമായി ഇടപെടും എന്നുള്ള വാർത്ത വന്നു. ആ വാർത്തയും വന്ന് ഏതാണ്ട് വൈകിട്ടായപ്പോഴേക്കാണ് സാക്ഷാൽ അടുത്ത പാർട്ടി സെക്രട്ടറി ആകുമെന്ന് നമ്മൾ കരുതുന്ന കോടിയേരി ബാലകൃഷ്ണൻ വന്നിട്ട് അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് VS അച്യുതാനന്ദൻ്റെ കത്ത് പോളിറ്റ് ബ്യൂറോ പരിശോധിക്കും. VS അച്യുതാനന്ദൻ്റെ കത്ത് പോളിറ്റ് ബ്യൂറോ പരിശോധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെന്നും VS അച്യുതാനന്ദന് ഒരു സ്ഥാനചലനവും ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നും VS അച്യുതാനന്ദനെതിരെ ഒരു നടപടിയും ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നില്ല എന്നും അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് തന്നെ കൃത്യമായി ഇരിക്കും എന്നും പാർട്ടിയുടെ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം VS അച്യുതാനന്ദനെ എടുത്ത നിലപാടിൽ നിന്ന് അവർ പൂർണ്ണമായും പിന്തിരിഞ്ഞു പോയി എന്ന് വളരെ ഇന്നത്തെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് പ്രകാശ്. ശ്രീ N മാധവൻകുട്ടി, ഇന്നലെ വലിയ രീതിയിൽ VS ഒരു അച്ചടക്ക ലംഘനം നടത്തി. അത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് ഒരു പ്രമേയം കൊണ്ടുവന്നു. ഇന്നിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. VSനെതിരായ കടുത്ത നടപടികളൊന്നുമില്ല. VS ഉന്നയിച്ച പ്രശ്നങ്ങൾ പോളിറ്റ് ബ്യൂറോയാണ് ചർച്ച ചെയ്യേണ്ടത്, കത്ത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. വിഷയം പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര നേതൃത്വവും ചർച്ച ചെയ്യും എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ പിന്നാക്കം പോക്ക്? ഒരു പിന്നാക്കം പോക്കില്ല, മുന്നോട്ടാണ്, വളരെ മുന്നോട്ടാണ്. അത് തെറ്റാണ്. ഈ പറയുന്നതിന്റെ നിഗമനങ്ങളെല്ലാം തെറ്റാണ്. പാർട്ടിയിൽ VSന്റെ അച്ചടക്ക ലംഘനത്തോടുള്ള രോഷം തിളച്ചു മറിയുകയാണ്. കാരണം ഞാൻ അവിടെ പ്രതിനിധികളുമായിട്ട് മറ്റുള്ളവരോട്ടൊക്കെ സംസാരിച്ചാണല്ലോ നിൽക്കുന്നത്. ഞാൻ ആലപ്പുഴയിൽ ഇവിടെ സ്റ്റുഡിയോയിലിരുന്ന് കാര്യങ്ങൾ കാണുകയല്ലല്ലോ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പാർട്ടി അതിവേഗം VS അച്യുതാനന്ദനുള്ള അച്ചടക്ക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ അറിയുന്നത്. സാങ്കേതികമായിട്ട് പാർട്ടി കോൺഗ്രസിന്റെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. പാർട്ടി അതിഗൗരവത്തോടു കൂടിയാണ് സെൻട്രൽ നേതൃത്വം ഈ കാണുന്നത്. അവർ ഓരോരുത്തരും ഓരോ വ്യക്തിപരമായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ ഓരോ അംഗങ്ങളും വളരെ ക്ഷുഭിതരും വളരെ അവരുടെ നിലപാടുകൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ വളരെ വേദനിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ VSന്റെ നടപടികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ തെറ്റാണെന്ന് എനിക്ക് പാർട്ടിയുടെ ആ സമ്മേളനത്തിന്റെ അത് അധിക സമയം ഉച്ചവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പല ആളുകളുമായിട്ട് കാണാൻ. താങ്കൾ നേരിട്ട് മനസ്സിലാക്കിയ പാർട്ടി പ്രവർത്തകർ താങ്കളോട് പറഞ്ഞ, അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അങ്ങ് ക്ഷുഭിതരായി ഇരിക്കുകയാണെങ്കിൽ അതനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? ഇത് ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തി പറയുകയാണ് VSന്റെ കത്ത് പരിശോധിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയാണ്
ഇത് തന്നെയല്ലേ വി എസ് ഇന്നലെ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ പറയുന്നത്. അയാളെന്തോ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന രീതിയിൽ പത്രങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോളിറ്റ് ബ്യൂറോയ്ക്കാണ് കത്ത് നൽകിയത്, അവർ വിശദീകരിക്കട്ടെ എന്ന്. ഇന്ന് ആ നിലപാടിലേക്കല്ലേ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, ആ നിലപാടല്ലേ ഇപ്പോൾ പറയുന്നത്? പോളിറ്റ് ബ്യൂറോയ്ക്കാണ് വി എസ് കത്ത് നൽകിയിരിക്കുന്നത്, പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. എന്താണ് എന്താണ് പ്രകാശ് പറയുന്നത്? പാർട്ടി സെക്രട്ടേറിയറ്റിന് പാർട്ടിയുടെ ഭരണഘടന അറിയില്ലെന്നോ, വി എസിനെതിരെ നടപടിയെടുക്കേണ്ടത് PB ആണെന്ന് അറിയില്ല എന്നാണോ പറഞ്ഞത് തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വം, കേന്ദ്ര നേതൃത്വവും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അതേ മനോഗതിയിലാണ് വരും ദിവസങ്ങളിൽ അത് കാണാനിരിക്കുകയാണ്. ശ്രീ എൻ മാധവൻകുട്ടി, ഇങ്ങനെ പാർട്ടി ഇതിനു മുമ്പ് പറഞ്ഞത് തന്നെ എന്ന് താങ്കൾ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മൾ നോക്കുക. DIC ബന്ധം, മാദിനിയുമായി വേദി പങ്കിടൽ, അതല്ലെങ്കിൽ ലാവ്ലിൻ കേസ്, എല്ലാ കാര്യങ്ങളിലും വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പലപ്പോഴും ഇവിടെ പാർട്ടി പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. പിണറായി വിജയൻ തന്നെ പറഞ്ഞു. പക്ഷേ അച്യുതാനന്ദൻ എന്താണോ പറഞ്ഞത് അതിലേക്ക് കേന്ദ്ര നേതൃത്വവും പാർട്ടിയും എത്തിച്ചേരുന്നതല്ലേ ഇതുവരെയുള്ള ചരിത്രം. അതിൽ നിന്ന് ഇത്തവണ എന്തൊരു വ്യത്യസ്തതയാണ് താങ്കൾ കാണാൻ പോകുന്നത്? എന്താണ് പറയുന്നത്? ഇത്തവണത്തെ പാർട്ടിയിൽ നടന്നിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ പാർട്ടി സമ്മേളനത്തിന്റെ തലേന്ന് നടത്തിയ ഈ കാര്യത്തിന്റെ ഗൗരവവും അത് ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയിൽ അടിമുടിയുണ്ടാക്കിയിട്ടുള്ള വെറുപ്പും താങ്കൾ ഈ പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നുള്ള സാങ്കേതിക അർത്ഥങ്ങളിൽ ഒന്നും നിൽക്കുന്നതല്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ പുരാവസ്തു ഗവേഷണമല്ലല്ലോ, ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ ദിവസവും 7:30 എന്നോട് ചോദിക്കുന്ന ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ എന്റെ തലയിൽ ഇപ്പോഴും കൃത്യമായിട്ടുണ്ട്. അത് താങ്കൾ ഓർമ്മപ്പെടുത്താതെ എനിക്കറിയാം. പുരാവസ്തു ഗവേഷണമല്ല, ഓരോ നിമിഷവും വ്യത്യസ്ത നിമിഷങ്ങളാണ്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രവർത്തകർ അങ്ങ് ക്ഷുഭിതരാണ്, ഇനി വിട്ടുവീഴ്ചയില്ല, വി എസിനെ ശരിയാക്കിയിട്ടേ അടങ്ങൂ, ഇത് ഇതുവരെയുള്ളത് പോലെയല്ല. ഇതാണ് ശ്രീ എൻ മാധവൻകുട്ടി ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതുപോലെ പ്രവർത്തകരുമെല്ലാമായി ചർച്ച ചെയ്ത് ആ സമ്മേളനത്തിൽ പിണറായി വിജയൻ മാധവൻകുട്ടിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മാധവൻകുട്ടിയും എത്തിയിരിക്കുന്നു എന്ന നിലയിൽ പേരെടുത്ത് പരാമർശിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം എല്ലാവരുമായി സംസാരിച്ചു, ഇനി വി എസിന് രക്ഷയില്ല എന്ന്. വി എസിന് രക്ഷയുണ്ടോ ഇല്ലോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. പാർട്ടിക്ക് രക്ഷയുണ്ടോ ഇല്ലോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. പാർട്ടിക്കല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് രക്ഷയുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. പുരാവസ്തു ഗവേഷണം നടത്തണ്ട. ഇന്നലത്തെ മിനിയാന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി. പശ്ചിമ ബംഗാളിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നു. ഒന്ന് ലോക്സഭയിലേക്കും ഒന്ന് നിയമസഭയിലേക്കും. 2 സ്ഥലത്തും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതല്ല വിഷയം. 2 സ്ഥലത്തും BJP 2ാം സ്ഥാനത്തെത്തി. മഹത്തായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 3ാം സ്ഥാനത്തും സോണിയ കോൺഗ്രസ് 4ാം സ്ഥാനത്തും എത്തി എന്നുള്ളതാണ്. സോണിയ കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ CPM-വുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് പുരാവസ്തു ഗവേഷണമല്ല, ഇന്നലെ മിനിയാന്ന് പത്രത്തിൽ വന്ന കാര്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ്, പശ്ചിമ ബംഗാളിൽ എന്താണ് സ്ഥിതി, കേരളത്തിൽ എന്താണ് സ്ഥിതി? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തും കോൺഗ്രസ് വന്നപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസിന് പിടിച്ചേൽക്കാൻ സാധിച്ചു? അത് ഉമ്മൻചാണ്ടിയുടെ ഭരണ മേന്മ കൊണ്ടാണോ? മൻമോഹൻ സിംഗിനോട് കേരളീയർക്ക് അത്ര മതിപ്പുള്ളതുകൊണ്ടാണോ? അല്ല. മാധവൻകുട്ടിയെ പോലുള്ള ചിന്തകന്മാരും അവരുടെ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട പിണറായി വിജയനുമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. 4 ഡസൻ ജയരാജന്മാരാണ് പാർട്ടിയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ വലിയ ബുദ്ധിയോ വൈഭവോ ഒന്നും ആവശ്യമില്ല. അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം കേരളത്തിൽ എന്താണ് പാർട്ടി നേരിടുന്ന പ്രശ്നം. TP ചന്ദ്രശേഖരൻ സ്വയം 51 വെട്ടുകെട്ടി മരിച്ചു എന്ന പാർട്ടിയുടെ പ്രമേയം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള വടകര മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി തോറ്റത്. അതുകൊണ്ടാണ് കോഴിക്കോട്ട് തോറ്റത്. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരണം. ശ്രീ NM പിയേഴ്സൺ, ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രമേയം പാസ്സാക്കുന്നു. വി എസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം പാർട്ടി അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു, പാർട്ടി വിരുദ്ധ മനോഭാവം പുലർത്തുന്നു, അച്ചടക്ക ലംഘനം തുടരുന്നു. അതിനോട് കടുത്ത ഭാഷയിൽ വി എസ് പ്രതികരിക്കുന്നു. വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കും എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. അതിൽ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തത വരുത്തിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും, വി എസിനെതിരായ നടപടിയുമെല്ലാം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. നിവൃത്തികേട് കൊണ്ട് പാർട്ടി അണികളെ പിടിച്ചു നിർത്താൻ ഒരു പ്രമേയം പാസ്സാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രമേയം പാസ്സാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് അവകാശമുണ്ട്. പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് കൊടുക്കുക, അത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യാനിരിക്കുക. അങ്ങനെ വരുമ്പോൾ
സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു പ്രമേയം പാസ്സാക്കാൻ കഴിയുമോ? ആ പാസ്സാക്കിയ പ്രമേയം നിലനിൽക്കില്ല എന്നതുകൊണ്ടാണോ ഇന്നിപ്പോൾ കോടിയേരി പറഞ്ഞത് ഇത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ ഈ പ്രമേയം ഉൾപ്പെടുത്തുന്നില്ല എന്ന്? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ആ സംസ്ഥാന സമ്മേളനം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കും പാർട്ടി അണികളിലേക്കും എന്ത് സന്ദേശമാണ് എത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട നിശ്ചയിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം എത്ര നാളുകളായിട്ടുണ്ട് VS മധുവലിനെ പിണറായിയും തമ്മിലുള്ള ചർച്ചയാണ് CPM എന്ന് വരുത്തി തീർക്കുന്നതായിട്ടുള്ള ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് ഈ പാർട്ടിക്ക് വിമുക്തി നേടാനായിട്ട് കഴിയുള്ളൂ എന്ന തോന്നലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ സമ്മേളനത്തിന് മുന്നിൽ വെക്കേണ്ടതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കും പ്രതിനിധികളുടെ മുന്നിലേക്കും കൊണ്ടുവരുന്നതിൽ നേതൃത്വം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. ആ കാര്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യപ്പെടേണ്ടത്. മറ്റൊരു രണ്ടുപേരും വെറുതെ വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നെനിക്ക് തോന്നുന്നു. ശ്രീ NM പിയേഴ്സൺ, അവരെ ആരെങ്കിലും പിടിച്ചു വച്ചതാണോ? അവർ സമ്മേളനത്തിന് മുമ്പ് ഒരാൾ പ്രമേയം പാസ്സാക്കുന്നു, മറ്റേയാൾ ഉടൻ തന്നെ അതിനോട് പ്രതികരിക്കുന്നു, അതിനു മുമ്പ് പാർട്ടിക്കകത്ത് നൽകിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ കണ്ണൂർ സമ്മേളനത്തിന് ശേഷം 2001 നടന്ന കണ്ണൂർ സമ്മേളനത്തിന് ശേഷം ഇന്ന് വരെ പിണറായി വിജയൻ എന്നും VS അച്യുതാനന്ദൻ എന്നും വ്യക്തി കേന്ദ്രീകൃതമായി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദം അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഇത്തരം വിഭാഗീയതയിൽ കേന്ദ്രീകരിച്ച് നിന്ന പാർട്ടി, ആ പാർട്ടി അതിൽ തന്നെ ചർച്ച തുടരുമ്പോൾ പുറത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കോ ജനങ്ങൾക്കോ കഴിയുമോ ഈ വ്യക്തികളിൽ നിന്ന് മാറി പാർട്ടി ഇന്ത്യ നേരിടുന്ന, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയാൻ? ശരിയാണ്, പ്രകാശ് പറഞ്ഞ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യ ജോലി എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളതായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ സ്വപ്നത്തെയും പ്രതീക്ഷയും ഒക്കെ ഇവർ കരിച്ചു കളയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പകരമായിട്ട് നിരന്തരമായിട്ട് VS-നെ കുറിച്ചും പിണറായിയെ കുറിച്ചും മാത്രം കേരളത്തിലെ ജനങ്ങൾ സംസാരിച്ചു കൊള്ളണം എന്ന് പറയുന്നതായിട്ടുള്ള നിർബന്ധ ബുദ്ധി കേരള സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ദയവായി തുടരുക. ശ്രീ N മാധവൻകുട്ടി, ശ്രീ പിയേഴ്സൺ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. അതായത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിണറായി വിജയനാണ് TP വധക്കേസുമായി ബന്ധപ്പെട്ട്, ഘടകകക്ഷികൾ മുന്നണി വിട്ടതുമായി ബന്ധപ്പെട്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം ഉണ്ടാകാതിരുന്നതിനെക്കുറിച്ച്, സോളാർ സമരത്തെക്കുറിച്ച്, അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു പിണറായി വിജയനാണ് എന്ന് VS അച്യുതാനന്ദൻ ഒരു കത്ത് നൽകുന്നു. അതേസമയം ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ VS അച്യുതാനന്ദൻ്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയ ഒന്ന് അതാണ് അതിലൂടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്നു? എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഈ വിഭാഗീയത, ധ്രുവീകരണം അവസാനിച്ചു എന്ന് പറയുമ്പോഴും അത് മറികടക്കാൻ കഴിയുന്നില്ല? ഒന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യം, ഈ സഖാവ് വിജയൻ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ 61% സഖാവ് VS-നെ കുറിച്ച് കൃത്യമായിട്ടുള്ളത്. അപ്പൊ ഈ നുണ പ്രചരിപ്പിക്കരുത്. പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ സഖാവ് VS-ന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ. ശ്രീ N മാധവൻകുട്ടി, താങ്കൾ, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ നിന്ന്, നമുക്ക് പരിചയമുള്ളവരിൽ നിന്ന് വിളിച്ചെടുത്ത വിവരമേ ഉള്ളൂ. താങ്കൾ റിപ്പോർട്ട് കണ്ടിട്ട് VS അച്യുതാനന്ദനെ കുറിച്ച് ഇന്ന് താങ്കൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമൊക്കെ ആയിട്ട് സംസാരിച്ച ആളാണല്ലോ. അത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുന്നു. ശരി, VS അച്യുതാനന്ദനെ കുറിച്ച് കുറച്ച് പേജേ പറഞ്ഞിട്ടുള്ളൂ, പ്രതിനിധി അല്ലാത്ത താങ്കൾ റിപ്പോർട്ട് കണ്ടല്ലോ, അത് ഞാൻ അംഗീകരിക്കുന്നു.
ഞാൻ അതിഥി മാത്രമായിരുന്നു പാർട്ടി സമ്മേളനത്തിൽ. ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് സഖാവ് VS അച്യുതാനന്ദന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആകത്തുക ഈ മൊത്തം പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഒരു ഒരു ന്യൂന ഭാഗമാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇനി 3 ദിവസം നടക്കാൻ പോകുന്ന ചർച്ചകൾ, നിങ്ങൾ ഇവിടെ പറയുന്ന പൊതുമണ്ഡലത്തിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആകാംക്ഷകളുടെയും പ്രതീക്ഷകളുടെയും കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ വിലയിരുത്തലുകളും രാഷ്ട്രീയമാണ്. ശ്രീ മാധവൻകുട്ടി, അതിനെ മാധ്യമങ്ങളാണോ ഉയർത്തിപ്പിടിക്കുന്നത്? മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണോ VS-നെതിരായ പരാമർശം, അല്ലെങ്കിൽ VS പറഞ്ഞ പരാമർശം? VS അച്യുതാനന്ദനും മാധ്യമങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രകാശ്, എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് കൃത്യമായി ഇത് പ്രകാശ് പിണറായിയും VS-ഉമായുള്ള തർക്കമായി ഇത് ചുരുക്കുന്നത് സഖാവ് VS അച്യുതാനന്ദനും കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങളുമാണ്. അത് കേരളത്തിൽ ഇത് കാണുന്നവർക്കറിയാം. കാരണം പാർട്ടിയുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവൻ സഖാവ് VS അച്യുതാനന്ദനെ കുറിച്ചോ പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ചോ അല്ല, RSSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാതി മത ശക്തികളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്നലെ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടല്ലോ. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് താങ്കൾ പറയുന്ന ഈ വിശാലമായ കാര്യം അതിൽ പറയാമായിരുന്നല്ലോ. പക്ഷേ മാധ്യമങ്ങൾക്ക് നൽകിയ 2 പേജ്, ആ 2 പേജിൽ RSSനെ കുറിച്ച്, BJPയെ കുറിച്ച്, ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച്, നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ വിപുലമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു വരി പോലും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അത് VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കമായി ഇതിനെ ചുരുക്കിയത് പിണറായി വിജയൻ തന്നെയല്ലേ? അല്ല, ഒരിക്കലുമല്ല. സഖാവ് VS അച്യുതാനന്ദനും കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങളും 15 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇന്നലെ സഖാവ് പിണറായി വിജയൻ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനം സഖാവ് VSന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തെ അണികൾക്കിടയിലും ജനങ്ങളിടയ്ക്കും തുറന്നു കാണിക്കാൻ മാത്രമാണ്. ദയവായി തുടരുക. ശ്രീ KM ഷാജഹാൻ, ഈ മാധവൻകുട്ടി പറയുന്ന ഈ മനസ്സിലാക്കൽ, പാർട്ടി റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ, അതുപോലെ പിണറായി വിജയൻ നടത്തിയ ആ വാർത്താ സമ്മേളനം, പ്രമേയം, ഇതൊക്കെയാണോ യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്ന കാര്യങ്ങൾ? മാധവൻകുട്ടി ഇങ്ങനെ കുറേ നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാധവൻകുട്ടി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പ്രകാശ്, മാധവൻകുട്ടി ഇവിടെ അങ്ങ് വല്ലാതെ അങ്ങ് വികാര പരവശനാവുകയാണ്. എനിക്കറിയില്ല മാധവൻകുട്ടിക്ക് ഇനിയിപ്പോൾ വല്ല BP ഉണ്ടോന്നൊക്കെ പരിശോധിച്ച് നോക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ പിണറായി വിജയൻ ഈ മാധവൻകുട്ടി വലിയ വായിലെ പറയുന്ന BJPയുടെ വളർച്ച, ഉമ്മൻചാണ്ടി സർക്കാരിനെ പുറത്താക്കേണ്ട കാര്യം, ഇതൊന്നും പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞില്ല. പിണറായി വിജയൻ ഇന്നലെ ഒറ്റ വാചകത്തിൽ പറഞ്ഞത് ഈ വയോവൃദ്ധനായിട്ടുള്ള VS അച്യുതാനന്ദനെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പിണറായി വിജയൻ മാധവൻകുട്ടി ഇവിടെ എന്ത് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാലും പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിണറായി വിജയൻ പിന്നോട്ട് പോയിട്ടുണ്ട്. മാധവൻകുട്ടി അവിടെ ചെന്നിട്ട് ചിലപ്പം കുറച്ച് പ്രതികളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. പ്രതാപ് പോത്തൻ, നമ്മുടെ ലാൽ കൽപ്പകവാടി, പിന്നെ ശ്രേയംസ് കുമാർ, പിന്നെ ഇന്നസെന്റ്, രഞ്ജി പണിക്കർ, അവരൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരോടൊക്കെ ചിലപ്പോൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാവരും വല്ലാതെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. പക്ഷേ നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഈ പാർട്ടി തീർന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി CPM-കാരെല്ലാം അടിച്ചോടിക്കുന്ന പശ്ചിമ ബംഗാളിലും മാധവൻകുട്ടി മനസ്സിലാക്കേണ്ടത് മമതാ ബാനർജിക്ക് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവിടെ അതുകൊണ്ട് CPM എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. കേരളത്തിൽ മാത്രമാണ് ഇത്തിരി നിലനിൽക്കുന്നത്. അതുകൊണ്ട് VS അച്യുതാനന്ദൻ ഇനി ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ പിണറായി വിജയൻ സമ്മേളന പ്രതിനിധികളോട് നടത്തിയ ആ സംസാരത്തിന്റെ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. അഴിമതി കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചവർ, അവർ തന്നെ കൊലക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പാർട്ടി സമ്മേളന വേദിക്ക് പുറത്തും പാർട്ടി സമ്മേളന വേദിക്കകത്തും എന്താണോ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയത് എന്ന് ഇന്നലെ പിണറായി പറഞ്ഞ് TP കേസ്, ലാവ്ലിൻ കേസ്, അതുപോലുള്ള കാര്യങ്ങൾ അതെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്താണോ അച്യുതാനന്ദൻ ആഗ്രഹിച്ചത് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അത് സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. പിണറായി പറയുന്നു, എന്നെ അഴിമതി കേസിൽ കുടുക്കാൻ ശ്രമിച്ചവർ എന്നെ കൊലക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതേതായാലും ഉമ്മൻചാണ്ടിയോ PC ജോർജോ ഒന്നും അല്ലല്ലോ. പ്രകാശ്, ആരോടാണ്? ഷാജഹാൻ
ഷാജഹാനോട് മാധവൻകുട്ടിയോടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോടാണ് ഇത് ചോദിക്കുന്നത്? ഷാജഹാനോടാണ് ചോദ്യം. പ്രകാശ്, ഞാനാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാം, ഈ പിണറായി വിജയൻ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ആവേശം ഉണ്ടല്ലോ, ഇത് പിണറായി വിജയൻ മലപ്പുറം സമ്മേളനത്തിന് മുമ്പ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മലപ്പുറത്ത് കാണാം എന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് കണ്ടു. അന്ന് മാധവൻകുട്ടി എല്ലാവരും കൂടി ചേർന്ന്, മാധവൻകുട്ടി പുറത്തായിരുന്നു, മാധവൻകുട്ടി പുറത്തു നിന്നൊക്കെ കൂടെ സഹായിച്ച് അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആ നേതൃത്വം മിന്നൽ പിണറായി എന്നാണ് അന്ന് മനോരമ പത്രത്തിൽ അടിച്ചു വന്നത്. അത് 2005 ഇന്ന് 2015 മാധവൻകുട്ടി ഞാനും കൂടി ഇരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞു മലപ്പുറത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട്. ആ മലപ്പുറത്തെ സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള VS അച്യുതാനന്ദന്റെ മുഴുവൻ പ്രതികളും മത്സരിച്ച് തോറ്റതാണ്. അതിനുശേഷം 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും VS അച്യുതാനന്ദനെ ഈ പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാധവൻകുട്ടി 1 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇന്ന് VS അച്യുതാനന്ദന് അന്ന് മലപ്പുറം ജില്ലാ വ്യക്തമാണ്. ശ്രീ മാധവൻകുട്ടി ഇപ്പോൾ താങ്കൾ പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് പിണറായിയും VSുമായിട്ടൊക്കെ ചുരുക്കാൻ ശ്രമിക്കുന്നു മാധ്യമങ്ങൾ, അല്ലെങ്കിൽ VSനൊപ്പം ചേർന്ന്. ഇന്നിപ്പോൾ പിണറായി പറയുകയാണ്, എന്നെ കൊലക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർ, എന്നെ അഴിമതി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർ എന്നെ കൊലക്കേസിലും കൊടുക്കുന്നു. വിജയനെ തകർക്കാൻ വിജയന് മാത്രമേ കഴിയൂ എന്ന്. അങ്ങനെ വിജയൻ എന്ന് പറയുന്ന പാർട്ടിക്ക് അതീതമായ, ആർക്കും തകർക്കാൻ കഴിയാത്ത, പഴയ സ്റ്റാലിൻ പറയുന്നത് പോലെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വവും മറ്റൊരു വ്യക്തിത്വം VS അച്യുതാനന്ദൻ, അവർ തമ്മിലുള്ള നേരിട്ടുള്ള കൊമ്പുകോർക്കൽ, അതല്ലേ ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതല്ലേ പുറത്തു വന്ന ഈ വാർത്ത? അല്ലേ അല്ല. കാരണം ഇത് പിണറായി വിജയൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകം മാത്രമാണ് അദ്ദേഹം നടത്തിയ 20 മിനിറ്റോളം നടത്തിയ അവതരണത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ഈ സംഭവങ്ങളെ വളച്ചൊടിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത് മാത്രം പറയാൻ സഖാവ് പിണറായി വിജയൻ അവിടെ പോയിരിക്കുമോ? എന്താണ് ഈ പറയുന്നത്? അവിടെ നമുക്ക് അതിന്റെ വിവരങ്ങൾ അറിയാം. ദയവായി തുടരുക. ശ്രീ ബാലഗോപാൽ, എന്താണ് സമ്മേളനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? പ്രകാശ്, ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് പിണറായി വിജയൻ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ പ്രസ്താവന, അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള വിശദീകരണം അദ്ദേഹം നൽകിയത്. കാരണം ഇത് സംബന്ധിച്ച ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. പിണറായി തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത് ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എപ്പോൾ പറയുമെന്ന ആമുഖത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഈ ഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം ആരംഭിച്ചതെന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. പറയണമെന്ന സംശയവും ആശങ്കയും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ, അതായത് പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അതിനുശേഷം ഇക്കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കത്തുന്ന രൂപത്തിൽ കൊടുക്കുന്നു. തുടർന്ന് മാധ്യമങ്ങൾക്ക് ഇത് ചോർത്തി നൽകുന്നു. ഇത്തരത്തിൽ നിരന്തരം സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ്, VS നടത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം തന്നെ കൊലക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നതാണ്. അഴിമതി കേസിൽ കൊടുക്കാൻ വേണ്ടി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിനായി രാഷ്ട്രീയ പ്രതിയോഗികളുമായി ചിലർ കൂട്ടിച്ചേർന്നു. പക്ഷെ അതിൽ വിജയം കണ്ടില്ല. എന്നാൽ തന്നെ കൊലക്കേസിൽ കൊടുക്കാമെന്ന് ശ്രീ N മാധവൻകുട്ടി, എന്ത് പാർട്ടിയാണിത്? ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ ആദ്യം അഴിമതി കേസിൽ കൊടുക്കുന്നു, പിന്നീട് കൊലക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി കരയുന്നു. സെക്രട്ടറി കരയൊന്നുമല്ല, സെക്രട്ടറി കരയ്, പിണറായി വിജയൻ കരയേ. നിങ്ങൾ എപ്പോൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയനെ കരഞ്ഞു കണ്ടിട്ടുള്ളത്? ചുമ്മാ വല്ലതും പറയല്ലേ. പാർട്ടിക്കകത്ത് വളരെ വളരെ ഉജ്ജ്വലമായിട്ടൊരു പ്രസംഗത്തിലൂടെ പാർട്ടി അണികളെ ആവേശഭരിതരാക്കിക്കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ കാര്യങ്ങൾ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പിണറായി വിജയൻ ഇങ്ങനെ ആവേശഭരിതമാക്കുന്നു. ശ്രീ KM ഷാജഹാൻ, ഇങ്ങനെ പിണറായി വിജയൻ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ് പാർട്ടിയെ ആവേശഭരിതമാക്കി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ പാർട്ടി? ഈ രണ്ട് പേരും അവസാനം എന്താകും? അല്ല, ഇത് ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മാധവൻകുട്ടിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ കേട്ടോണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, 2005 മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുമ്പ് നടന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറത്ത് കാണാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ ഒരു ശൈലിയുണ്ട്. അതിനുശേഷം എടോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചൊരു ശൈലിയുണ്ട്. അതിനുശേഷം കുലങ്കുത്തി എന്ന് വിളിച്ചൊരു ശൈലിയുണ്ട്. അതിനുശേഷം പരനാറി എന്ന് വിളിച്ചൊരു ശൈലിയുണ്ട്. ആ ശൈലിയുടെ തുടർച്ചയായിട്ടാണ് വിജയനാണ് പ്രധാനം, പാർട്ടിയല്ല പ്രധാനം,
സഖാവല്ല പ്രധാനം, വിജയനെ തകർക്കാൻ വിജയന് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത്. വളരെ നന്ദി ശ്രീ എൻ മാധവൻകുട്ടി, ശ്രീ KM ഷാജഹാൻ, ശ്രീ NM പിയേഴ്സൺ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.